മലയാളത്തിലെ ശ്രദ്ധേയമായ മ്യൂസിക് റിയാലിറ്റി ഷോ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 അതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുന്നു. ബിഗ് ബോസ് ആരംഭിക്കുന്നതോടുകൂടി നിർത്തിവെച്ച ആദ്യഘട്ടത്തിന് ശേഷം ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷം അതിമനോഹരമായ റീലോഡ് എപ്പിസോഡിനോടുകൂടി രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുന്നു. അതിനുശേഷം സൂപ്പർ ഷോട്ട് റൗണ്ട് എന്ന പുതിയ റൗണ്ട് ആരംഭിച്ചിരിക്കുന്നു. മുൻപുണ്ടായിരുന്ന 12 മത്സരാർത്ഥികൾ 2 പുതിയ വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി ഉൾപ്പെടുത്തി നിലവിൽ 14 മത്സരാർത്ഥികൾ ഷോയിലുണ്ട്. ഇവരെ 7 പേർ വീതം ഗുരുകുലത്തിനും കോൺവെന്റ് സ്കൂളിനുമൊപ്പം പുതിയ 2 ടീമുകളായി വീണ്ടും തിരിച്ചു. മത്സരത്തിന്റെ ആദ്യ ആഴ്ച സംപ്രേഷണം ചെയ്ത എപ്പിസോഡുകളിൽ, അതായത് 40-41 എപ്പിസോഡുകളിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം. ശനിയാഴ്ച എപ്പിസോഡിൽ അതിഥികളായി ധീരം സിനിമയ്ക്ക് വേണ്ടി ഇന്ദ്രജിത് സുകുമാരനും സിനിമയുടെ ടീം അംഗങ്ങളും എത്തി. ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 താരങ്ങളും അതിഥികളായി എത്തി. ഷോ വീണ്ടും ആരംഭിക്കുമ്പോൾ ആദ്യമായി ആരംഭിക്കുന്ന റൗണ്ട് സൂപ്പർ ഷോട്ട് റൗണ്ട് എന്ന പേരിലാണ്. 3 എപ്പിസോഡുകൾ വേണം ഈ റൗണ്ട് അവസാനിക്കാൻ. നിലവിൽ ആദ്യ 2 എപ്പിസോഡുകളിൽ 4 പെർഫോമൻസുകളും 3-ാം എപ്പിസോഡിൽ 6 പെർഫോമൻസുകളുമാകും ഉണ്ടാവുക. ശനിയാഴ്ചത്തെ 40-ാം എപ്പിസോഡിൽ ടോസ് നേടിയ കോൺവെന്റ് സ്കൂൾ ആദ്യം പെർഫോം ചെയ്യാൻ അയച്ചത് ഗുരുകുലത്തെയായിരുന്നു. ഈ 2 പേർ 2 സ്കൂളുകളിൽ നിന്നും പെർഫോം ചെയ്തു. ദീപു 97.5 മാർക്കും തീർത്ഥാസത്യൻ 99.5 മാർക്കും ഗുരുകുലത്തിനായി നേടി. കോൺവെന്റ് സ്കൂളിൽ നിന്ന് പെർഫോം ചെയ്യാനെത്തിയ ഷിൻസിക്ക് ലഭിച്ചത് 98 മാർക്കുകളാണ്. ദിൽരാജ് ഗോപിക്ക് 99 മാർക്കുകൾ നേടാനായി. 2 സ്കൂളുകളും 197 മാർക്ക് വീതം നേടി ടൈ ആയി മാറിയതോടുകൂടി എപ്പിസോഡിലെ ബെറ്റ് അപ്രസക്തമായി. അതുകൊണ്ട് തന്നെ 2 സ്കൂളുകളുടെയും പ്രിൻസിപ്പൽമാർ രക്ഷപ്പെടുകയും ചെയ്തു. തീർത്ഥാസത്യൻ ഈ എപ്പിസോഡിലെ പെർഫോമർ ഓഫ് ദ ഡേ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. നടൻ ഇന്ദ്രജിത്തിന്റെ മനോഹരമായ ഗാനവും എപ്പിസോഡിൽ ഉൾപ്പെട്ടിരുന്നു. ഞായറാഴ്ച എപ്പിസോഡ് 41-ൽ 2 സ്കൂളുകളെയും പ്രതിനിധീകരിച്ച് ഈ 2 പേർ വീതം മത്സരത്തിനെത്തി. ഗുരുകുലത്തിന് ടോസ് ലഭിച്ച എപ്പിസോഡിൽ അവർ തന്നെ ആദ്യം പെർഫോം ചെയ്യാൻ തീരുമാനിച്ചു. ഗുരുകുലത്തിൽ നിന്നെത്തിയ ഗായത്രി മേനോൻ 99.5 മാർക്കും സൂര്യനാരായണൻ 98.5 മാർക്കും നേടി. കോൺവെന്റ് സ്കൂളിന് വേണ്ടി ഗൗതം പ്രസാദ് 99 മാർക്കും കൃഷ്ണശ്രീ 99.5 മാർക്കും നേടി. ആകെ കോൺവെന്റ് സ്കൂൾ 198.5 മാർക്കും ഗുരുകുലം 198 മാർക്കും നേടി. കോൺവെന്റ് സ്കൂൾ ഈ എപ്പിസോഡ് വിജയിച്ചു. പന്തയമനുസരിച്ച് പന്തയത്തിൽ പരാജയപ്പെട്ട ഗുരുകുലം ടീമിനു വേണ്ടി അവരുടെ മെന്ററുടെ താടി നഷ്ടമാകുകയും ചെയ്തു. കൃഷ്ണശ്രീയും ഗായത്രി മേനോനും പെർഫോമർ ഓഫ് ദി ഡേ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ജിസേൽ, ആര്യൻ എന്നിവരുടെ ഡാൻസ് ഷോയിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2 എപ്പിസോഡുകൾ അടങ്ങിയ ഈ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി വീക്കിനുള്ള 25,000 രൂപയുടെ സമ്മാനം തീർത്ഥ, ഗായത്രി, കൃഷ്ണശ്രീ എന്നിവർ പങ്കുവച്ചു. വീഡിയോ ഇഷ്ടമായാൽ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ അപ്ഡേറ്റുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റാർ സിംഗറിൻ്റെ ഈ 2-ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഏത് എന്ന് കമൻറ്റ് ചെയ്യൂ.